ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. CPIM നേതാവ് EP ജയരാജന്റെ ആത്മകഥ ചോർത്തി എന്ന കേസിൽ DC ബുക്സ് മുൻകൂർ ജാമ്യം തേടിയിരിക്കുന്നു. DC ബുക്സ് സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ AV ശ്രീകുമാറാണ് കോടതിയെ സമീപിച്ചത്. കേസിൽ ഒന്നാം പ്രതിയാണ് ശ്രീകുമാർ. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോട്ടയം ഈസ്റ്റ് പോലീസിനോട് ഹൈക്കോടതി വിശദീകരണം തേടി തിങ്കളാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. ശ്യാം ദേവരാജ് ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്യാമ, ഇപ്പോൾ ശ്രീകുമാർ മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ എന്താണ്? EP ജയരാജന്റെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട കേസിലാണ് കോട്ടയം പോലീസ് DC ബുക്സിനെതിരെ കേസെടുത്തത്. DC ബുക്സിന്റെ സീനിയർ ഡെപ്യൂട്ടി എഡിറ്ററായ AV ശ്രീകുമാറാണ് ഈ കേസിലെ കോട്ടയം ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ഒന്നാം പ്രതി. ഈ കേസിലാണ് AV ശ്രീകുമാർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഈ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി കോട്ടയം പോലീസിന്റെ നിലപാട് തേടിയിട്ടുണ്ട്. കോട്ടയം പോലീസ് തിങ്കളാഴ്ചക്കകം വിശദീകരണം നൽകണമെന്നതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഈ തിങ്കളാഴ്ച തന്നെ ഈ ഹർജി മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ DC ബുക്സിന്റെ സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ ശ്രീകുമാർ പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെയാണ്, വാദങ്ങൾ ഇതാണ്. ഒന്ന്, ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് AV ശ്രീകുമാർ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ചെയ്തതെല്ലാം ജോലി സംബന്ധമായ കാര്യങ്ങളാണ്, പ്രൊഫഷണൽ റിലേറ്റഡ് മാറ്റേഴ്സാണ് ഇതിലുള്ളത്. മറ്റൊരു രീതിയിൽ ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല എന്നും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രസിദ്ധീകരണത്തിനായി ലഭിക്കുന്ന പുസ്തകങ്ങൾ പരിശോധിക്കുക മാത്രമാണ് തൻ്റെ ചുമതല. ആ കൃത്യമാണ് താൻ ചെയ്തത്. ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫാണ് പുസ്തകത്തിന്റെ ഭാഗങ്ങൾ തനിക്ക് നൽകിയത് എന്നും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ AV ശ്രീകുമാർ വ്യക്തമാക്കുന്നുണ്ട്. നിർവഹിച്ചത് എഡിറ്റോറിയൽ ഡ്യൂട്ടിയാണ്, നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. ലഭിച്ചത് അതൊക്കെ തന്നെയാണ് ശ്രീകുമാറിന്റെ വാദങ്ങൾ. ഏതായാലും തിങ്കളാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്.